ഡോക്ടർ മോഹൻ റോയ്, ഇപ്പോൾ ഈ നേരത്തെ ഉയർന്ന ചില വാദഗതികളൊക്കെ ഈ ബോധവൽക്കരണം വേണം ലഹരി ഉപയോഗത്തിനെതിരെ എന്നുള്ളതൊക്കെ ആയിരുന്നു. ഈ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമല്ലല്ലോ ഇതിൻ്റെ ഈ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ലഹരി വഴി അടയ്ക്കുക എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ നാം എന്താണ് അർത്ഥമാക്കേണ്ടത് ഡോക്ടർ മോഹൻ റോയ്? ലഹരി വഴി അടയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥത്തിൽ ലഹരിയുടെ ലഭ്യത സംബന്ധിച്ച കാര്യം. നമ്മുടെ ലോകത്ത് രണ്ട് രീതിയിലാണ് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം എപ്പോഴും വിജയിച്ചിട്ടുള്ളത്. ഒന്ന് അവയർനെസ്സാണ്, രണ്ട് എൻഫോഴ്സ്മെൻറ്റാണ്. നമുക്ക് ഇതിൽ പറഞ്ഞ പോലെ നിയന്ത്രിത ലഹരികളും അനിയന്ത്രിത ലഹരികളും എല്ലാ രാജ്യത്തുമുണ്ട്. ഇന്ത്യയിൽ നിയന്ത്രിത ലഹരികൾ യഥാർത്ഥത്തിൽ മദ്യവും പുകയിലയുമാണ്. ലോകത്ത് പല രാജ്യങ്ങളിൽ മറ്റു പല പദാർത്ഥങ്ങളുമുണ്ട്. അപ്പോൾ ഈ നിയന്ത്രിത ലഹരികൾക്ക് വിൽക്കാനും അവ ഉപയോഗിക്കാനുമുള്ള ഒരു രീതി ജനങ്ങൾക്കുള്ളതുപോലെ തന്നെ അനിയന്ത്രിത ലഹരികൾ, അൺകൺട്രോൾഡ് ഡ്രഗ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനെ ഒരു കാരണവശാലും നമ്മുടെ സമൂഹത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. പിന്നെ അനിയന്ത്രിത ലഹരി എന്ന് പറയുന്നതിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും വൈദ്യശാസ്ത്രപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അനിയന്ത്രിത ലഹരിയുടെ കണക്കിൽപ്പെടുത്തിയിരിക്കുന്ന ഒപ്പിയമൊക്കെ തന്നെ വേദന സംഹാരിയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊന്നുമല്ല വേദന സംഹാരിയോ മറ്റോ അല്ലാതെ വൈദ്യശാസ്ത്രപരമായ ഉപയോഗങ്ങൾക്കല്ലാതെ ഈ ഉപയോഗിക്കുന്ന പ്രവണത തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അത് അപകടകരമാണ്. ഇത്തരത്തിൽ അപകടകരമായ കാര്യമെന്ന് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മനസ്സിലാക്കേണ്ടത്, ഇത് നിരോധിച്ച ലഹരി വസ്തുക്കളായതിനാൽ തന്നെ ഇതിൽ ഈ കലർപ്പും മായവും ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ശാരീരികവും മാനസികവുമായ കാര്യങ്ങൾക്കപ്പുറം ഈ ലഹരിയിൽ വ്യാപകമായി മായം കലരുന്നുണ്ട്. ഇപ്പോൾ ലഹരിയിലെ മായം എന്നൊക്കെ പറയുമ്പോൾ പലരും യഥാർത്ഥത്തിൽ അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് 1 ഗ്രാം ലഹരി വസ്തുവിന് 5000 രൂപ ഉള്ളതാണെന്ന് വെച്ചോളൂ. ഒരാളുടെ കയ്യിൽ 10 ഗ്രാം കിട്ടുന്നു, അത് 50,000 രൂപയാണ് അദ്ദേഹത്തിന് അതിന് ചിലവാകുന്നത്. അത് വിറ്റ് അദ്ദേഹത്തിന് ലാഭം കിട്ടുമായിരിക്കും. പക്ഷേ ഇദ്ദേഹം ഈ 10 ഗ്രാമിനെ 20 ഗ്രാം ആക്കാനായി നമ്മൾ സംസാരിക്കുന്ന പലരും പറയുന്നത് ബാറ്ററി പൊടിയോ ഈ കരിയില പൊടിയോ അല്ലെങ്കിൽ വാറ്റാ ഗുളികയോ ചെറിയ അളവിലുള്ള എന്ത് ചേർത്തുകയാണെങ്കിലും ഇത് ഇരട്ടിയാക്കി കഴിഞ്ഞാൽ ഇതിലെ വിഷാംശം കൂട്ടിക്കൊണ്ടാണ് ഇത് വിൽക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങി ഉപയോഗിക്കുന്നവർക്ക് ലഹരിയുടെ ഉപയോഗം കൊണ്ട് നേരിട്ടുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾക്കപ്പുറം അസംഖ്യം മറ്റ് ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതും ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ശൃംഖലകളെ തച്ച് തകർക്കേണ്ടത് ആവശ്യം തന്നെയാണ്. നിരോധിച്ച ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്കെതിരായി മാതൃകാപരമായ ഇത്തരത്തിലുള്ള നടപടികളും ശിക്ഷണ നടപടികളിലേക്കും കടക്കേണ്ടതുണ്ട്. അത്തരത്തിൽ മാത്രമേ ഈ ലഹരിയുടെ വല നമുക്ക് പൊട്ടിക്കാനും ഇനിയുള്ള ഒരു തലമുറയെ, കേരളത്തിൽ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ എണ്ണം തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-20 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു വളർച്ചയൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ സമൂഹം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാർ ആവശ്യമാണെന്നുള്ളത് കൊണ്ട് തന്നെ ചെറുപ്പക്കാരുടെ ബുദ്ധിയും മേധയും ഒക്കെ നശിപ്പിക്കുന്ന ഇത്തരം ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തമാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള മാതൃകാപരമായ നടപടികൾ തുടരേണ്ടതാണ്. നന്ദി ഡോക്ടർ മോഹൻ റോയ് പ്രതികരണം അറിയിച്ചതിന്.